ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ബ്ലോഗ് ചാനൽ. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മമ്മൂട്ടിയുടെ പടം ഇറങ്ങി. കാണാൻ പൈസയുമില്ലാതെ ഇങ്ങനെ വ്യഗ്രതയിലിരുന്ന സമയത്താണ് പൈസ കിട്ടി. രാവിലെ കൊല്ലം തന്നെ എത്തിയപ്പോഴാണ് മഴ അങ്ങ് തുടങ്ങി. പിന്നെ ഒടുക്കത്തെ മഴയിൽ പിന്നെ തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറി. കിടിലം പടമായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മുടെ പടത്തിനെ പറ്റി ഒരു ഓവറോൾ സ്പോയിലർ ഇല്ലാതെ എന്താ പറയാനുള്ള? ഫസ്റ്റ് ഹാഫ് കോമഡി മാസ് എന്റർടൈനർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഫുള്ള് മാസ് മൊത്തവും. അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടിയുടെ അഭിനയം കിടിലമായിരുന്നു. ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാരക്ടറും അദ്ദേഹത്തിന് ചേരുന്ന രീതിയിലുള്ള ക്യാരക്ടർ തന്നെയാണ്. അപ്പം തിയേറ്ററിൽ പോയി കാണാനുള്ള വർത്തമുണ്ടോ? തിയേറ്ററിൽ പോയി കാണാം. മൺഡേ വാച്ചബിൾ മൂവിയാ. അതിന് പിന്നെ ഹീറോയിൻ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നു? ഹീറോയിൻ ഒന്നുമില്ല. ഒരു ലോക്കൽ ഗുണ്ട ടൈപ്പ് പടവാ. പക്ഷെ ആള് ടൂറിസം കണക്ക് ഓരോ അടുത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജോലിയും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ വില്ലൻ പുതിയ ആക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ പുതിയ ആളാ. അപ്പൊ അയാളുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലനും കുഴപ്പമില്ല. വില്ലനാണ് മെയിനായിട്ട് എന്തോ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ കാണിച്ചത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു പടത്തിനെ പറ്റി വേറെന്താ പറയാനുള്ള? മൊത്തത്തിൽ മിക്കവാറും സെക്കൻഡ് ഹാഫും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. സെക്കൻഡ് ഹാഫോ അതാ പാർട്ട് 2? സെക്കൻഡ് ഹാഫ് പാർട്ട് 2 കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ വേറെന്താ ഉണ്ട് പറയാ? വേറെ തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണുക. മസ്റ്റ് വാച്ച് ആണോ തിയേറ്ററിൽ പോയി? മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയത്തില്ല. ഓവറോൾ കൊള്ളായിരുന്നു. ആക്ഷൻ പാക്ക്. പക്ഷെ ഫാമിലി എന്റർടൈനറാ. ഫാൻസ് പടവൻ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? പിന്നെ അവിടുന്ന് ശേഷം തിരിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇതിന് ശേഷം പിന്നെ പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്കിയത്. പിന്നെ മഴയാണല്ലേ ഫുള്ള് മഴക്കോള് അന്തരീക്ഷമൊക്കെ ആയിട്ട് കിടക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഒന്നും പറയില്ലേ? വേറെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.